ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേണ്ട കംപ്ലയിൻറ്റ് ഫ്രണ്ട് ഒരു പാളിച്ച കാണിക്കണേസ് പറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. പിന്നെ വണ്ടി റണ്ണിങ് ഒരു സ്മൂത്തല്ല, അത് നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തോന്നുന്ന ഒരു കംപ്ലയിൻ്റാണ്. പിന്നെ ബാക്ക് ബ്രേക്ക് ചവിട്ടാകുമ്പോൾ നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. ബ്രേക്കിൻ്റെ കേസ് ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു സ്മൂത്തല്ല, കാരണം ബ്രേക്ക് ചവിട്ടുമ്പോൾ നിൽക്കാത്തൊരു കണ്ടീഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്രേക്ക് ഇല്ലായല്ല, ബ്രേക്ക് ഉണ്ട്, പക്ഷെ ഒരുപാട് ഇച്ചിരി പവർ കൊടുത്ത് നമ്മൾ ചവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിലിൻ്റെ ആ വണ്ടി പാളിച്ച കാണിക്കുന്നുണ്ടല്ലോ, അത് ഇവിടുത്തെ ഈ ബെയറിങ്ങിൻ്റെ പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ മാക്സിമത്തിലാണ് ഇപ്പോൾ ഇട്ടേക്കണത്. നമുക്ക് പിന്നെ അത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അഴിച്ചു മാറ്റിയിടാനേ പറ്റുള്ളൂ. അതേ കോൺസെപ്റ്റ് ഇതിവിടെ വന്ന പ്രശ്നമാണ്. ഇതിൻ്റെ രണ്ട് ഭാഗത്തൊരു ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഭാഗത്ത് ബെയറിങ് വന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞൊരു ചെറിയൊരു എന്താ പറയുക, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു പാളുന്നൊരു ഫീല്. അത് നമുക്ക് ലോക്കൽ അതായത് റോട്ടിൽ കൂടെ ഓടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. നല്ല ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോഴാണ് നല്ല റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഹാൻഡിലും ഒരു ചെറിയ ബലം അനുഭവപ്പെടാം. അപ്പോൾ അത് കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റാണ്. പിന്നെ നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലമൊന്നുമില്ല, ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ കാർബേറ്റർ അസംബ്ലിയൊക്കെ നമുക്ക് ഇരിക്കുന്ന പുതിയ കാർബേറ്ററാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ചെയിനായാലും നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, ചെറിയൊരു ലൂസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. ബാക്ക് ടയറൊക്കെ നല്ല ടയറാണ്, MRFൻ്റെ ടയർ അടക്കണേ, ടയറൊക്കെ നല്ല ടയർ അടക്കണേ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞല്ലോ, അത് നമ്മൾ നോക്കുമ്പോൾ ഈ ലൈൻഡർ ഒരേണ പൊടി എൻ്റെ ഉള്ളിൽ കിടക്കണുണ്ടോ, ആ പൊടിയാണ് അതിൻ്റെ പ്രശ്നം മെയിനായിട്ട്. കാരണം ഹബ്ബൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ പോളിഷ് ചെയ്ത് കയറ്റിയിട്ടാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹബിൻ്റെയും ഈ ലൈനർ ഇത് വന്നിട്ടുള്ള ബോട്ടത്തുമ്പോൾ മറ്റേ ഡ്രമ്മുമ്പോൾ പിടിക്കുക. ആ ഹബിൻ്റെയും ഈ ബ്രേക്ക് ഷൂവിൻ്റെയും ഇടയിൽ പൊടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഏജൻറ്റായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കൂടുതൽ അപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നമാണത്. അത് നമ്മളിപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോബ്ലം മാറും. പക്ഷേ വീണ്ടും റിപ്പീറ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ ലൈനർ വീണ്ടും വരെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൊടി പുറത്തു പോകാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല, നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുക തന്നെ വേണം. അപ്പോൾ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും സെയിം ഇത് തന്നെ ആയിരിക്കും വീണ്ടും വരാം. അടുത്ത സർവീസിലൊക്കെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വന്നേക്കും. ഈ തവണ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ ബാറ്ററിയൊക്കെ നമുക്ക് 2023 മോഡൽ ബാറ്ററിയാണ്. ബാറ്ററി കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 2023 ബാറ്ററി. സെൽഫ് അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, എന്നാൽ പോലും ഞാൻ ഒരു ടെസ്റ്റ് റിപ്പോർട്ടും കൂടി ഇട്ടേക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. എഞ്ചിൻ ഓയിൽ പിന്നെ ഇടയ്ക്ക് മാറ്റിയതാണെന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു, ലെവലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെയുള്ളത് ഞാൻ ഈ പറഞ്ഞ രീതിക്കുള്ള ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ കേസാണ്. അപ്പോൾ അത്രയും ഭാഗം ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം കേട്ടോ. എത്ര വരുമെന്ന് നമുക്കൊരു ഐഡിയ ആണല്ലോ. അത് കോൺസെപ്റ്റും ജനറൽ സർവീസ് അടക്കം വരുമ്പോൾ എത്ര വരും നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. പിന്നെ വാട്ടർ സർവീസൊക്കെയാണ് പിന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ട് നമുക്ക് റിപ്ലൈ ഇടാം. ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ കൂടി ബാറ്ററിയുടെ ടെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇടാം കേട്ടോ. ബാറ്ററി കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 12.89 റേഞ്ചിലാണ് വോൾട്ട് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും. നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. 2023 ബാറ്ററി കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം. ഒന്ന് റിപ്ലൈ ഇട്ടേരെ, നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.